ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ അന്ന് വീട്ടിൽ പോയിനല്ലോ, അതിൻ്റെ പിറ്റത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് ഇട്ടൊന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ മിക്കവാറും വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റാണ്, എൻ്റെ ഈ അടുക്കള ഒന്നങ്ങോട്ട് മാറ്റി പിടിച്ചുകൂടെയെന്ന്. എന്നും അടുക്കള വീഡിയോസ് ആയിട്ട് തന്നെയാണല്ലോ വരുന്നത്. ഇന്നൊന്ന് അടുക്കള വീഡിയോ വേണ്ട, നമുക്കൊരു ട്രാവലിംഗ് വീഡിയോ ആയാലോ. പിന്നെ യാത്ര പോണതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അടുക്കളയിൽ നിന്ന് തട്ടിക്കൂട്ടാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് അടുക്കളയുടെ വീഡിയോ ഉൾപ്പെടുത്താൻ ഞാൻ പറ്റൂല. അപ്പോൾ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായക്കടിയും ഉച്ചക്കുള്ള ചോറിനുള്ളതും ഒക്കെ ഒന്നിച്ചാവുന്നുണ്ട്. രാവിലേക്ക് ചായക്കടി പുട്ടും പിന്നെ കപ്പ പുഴുങ്ങിയതും കഴിഞ്ഞിട്ടോ. പിന്നെ ഉച്ചക്ക് നെയ്ച്ചോറും പിന്നെ ബീഫ് എന്തായാലും കിട്ടുമല്ലോ പെരുന്നാൾക്ക്. അപ്പോൾ നെയ്ച്ചോറും ബീഫും ഉച്ചക്കേക്ക് കൊണ്ടുപോകാനുള്ളതും അങ്ങനെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു പ്ലാനിങ് ആണ്, രാവിലെ എണീച്ചപ്പോൾ ഉണ്ടായ പ്ലാനിങ് ആണ് കേട്ടോ. ഒന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എന്നുള്ളത്. അങ്ങനെ അപ്പോൾ പിടിച്ച് സമയം ഒരു 6 മണിയൊക്കെ ആയപ്പോഴുണ്ടായ പ്ലാനിങ് ആണ് കേട്ടോ പോകണത്. അപ്പോൾ പിന്നെ ചായക്ക് കടി ഉണ്ടാക്കലും ഫാസ്റ്റിംഗ് ആയി, പെട്ടെന്ന് തട്ടിക്കൂട്ടി എല്ലാതും സെറ്റാക്കി. അങ്ങനെ ഞങ്ങൾ ബീഫൊക്കെ കുക്കറിലാക്കി ചോറൊക്കെ പാത്രത്തിലാക്കി എല്ലാവരും മാറ്റി ഒരുങ്ങി പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കണം കേട്ടോ. ഒരു 8 മണിയാകുമ്പോഴാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞാനും മക്കളും ഉമ്മാൻ്റെ അനിയത്തി മക്കളും പിന്നെ ഇമ്മ പിന്നെ ആങ്ങള നാത്തൂന് അങ്ങനെ ഒരു വണ്ടി നിറച്ച ആളുകളായിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് കേട്ടോ. അപ്പം യാത്ര എങ്ങോട്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ മുമ്പ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഡയലോഗ് ഇനിയില്ലേ, മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ എക്സ്പീരിയൻസ് കണ്ടപ്പോൾ മുതൽ ഞങ്ങൾക്കും ഒരു ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, ഇനി ആ എക്സ്പീരിയൻസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതിനുള്ളൊരു അവസരം ഇപ്പോഴാണ് കേട്ടോ കിട്ടിയത്. നമ്മൾ ഇവിടുന്ന് നമുക്ക് ചുരം കയറാൻ എളുപ്പമാണ് കേട്ടോ. അധിക ദൂരമൊന്നുമില്ല ചുരത്തുമുക്ക്. കാരണം നമ്മളൊക്കെ വീട് വരുന്നത് ആ ഒരു വൈക്കടവിൻ്റെ ആ ഒരു താഴ്വാരത്തായിട്ടാണ്. അങ്ങനെ നമ്മൾ ചുരമൊക്കെ കയറി നമ്മൾ ഇന്ന് മസനഗുഡി വഴിയൊന്ന് ഊട്ടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പെട്ടെന്നുണ്ടായ പ്ലാനിങ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇറങ്ങി. അല്ലെങ്കിലും നമ്മൾ മുന്നേ കൂട്ടി ഭയങ്കര പ്ലാനിങ് ഒക്കെ ആയിട്ട് ഇറങ്ങുകയാണെങ്കിൽ സംഗതി നടക്കൂല. എന്നാ പിന്നെ നമുക്ക് മസനഗുഡി വഴി ഊട്ടിയിലേക്കൊന്ന് പോയി നോക്കിയാലോ. റോഡിന്റെ അവസ്ഥയും കുളം താമരശ്ശേരി അല്ല, മസനഗുഡി വഴി. നിങ്ങളിൽ പലരും ഈ റൂട്ടൊക്കെ കണ്ടോലൊക്കെ തന്നെ ഇരിക്കാനല്ലേ. പക്ഷേ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഊട്ടിക്ക് ഒരു പ്രാവശ്യം പോയിക്കണ്, അത് വേറെ റൂട്ട് കൂടെയാണ്. ഈ റൂട്ട് വഴി പോയിട്ടില്ല കേട്ടോ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലൊക്കെ കാണാല്ലേ, പുള്ളിമാനെ ആനെ എന്തിനേലൊക്കെ കാണാം എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഇനി ഒന്നിനെയും കണ്ടിട്ടില്ലെങ്കിലും ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തന്നെ എന്തോ ഒരു വൈബാണല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് യാത്ര ചെയ്യുക. എങ്ങോട്ടെങ്കിലൊക്കെ ഇങ്ങനെ യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എപ്പോഴൊന്നും അതിന് പറ്റില്ലൊന്നുമില്ല കേട്ടോ. ഇതേപോലെ വല്ല പെരുന്നാൾക്ക് വേണ്ടാർത്തേക്കൊക്കെ ഒരു യാത്രയാണ് കിട്ടല് നമുക്ക്. അല്ല ഇങ്ങോട്ട് 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 അടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുപോവാ. നീച്ച് നിക്കട്ടെ, നീച്ചിക്കണവരെ കൊടുത്തു. വരൂല വരൂല വരൂല. നീച്ചുന്നു 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 നീച്ച് നീച്ചിക്ക് ആയി വരെ കാണിച്ചു. അതാണ് ഞാൻ ആലോചിച്ചത്, ടിക്കറ്റ് ഇല്ലല്ലോ ഇതിനൊന്നും. ഗ്ലാസ് തുറക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ചിലപ്പോ കിട്ടിയില്ലേ.
കൊറേ മരങ്ങൾ എഴുതാറ് സെൻഡ് ചെയ്യാൻ നിക്കണ്ട. അതേ എടുക്കണുണ്ട്. അടിപൊളിയല്ലേ? എടുത്തോ ഒന്ന് വെല്ലൊന്ന് ഞമ്മക്കങ്ങനെ വലിയ ഭാഗ്യമൊന്നും ഇല്ലാത്തോണ്ടേ കാണാത്ത മൃഗങ്ങളെയൊന്നും കാണാൻ പറ്റിയില്ല. അതായ പുള്ളിമാന്, ആന, അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടു. പക്ഷെ എന്നാലും തീരെ ഭാഗ്യമില്ല എന്നും പറയാൻ പറ്റൂലല്ലോ, എന്തിനേലൊക്കെ കണ്ടല്ലോ. പിന്നെ നല്ല ഭംഗിയുള്ള വൈബായിട്ടുള്ള സ്ഥലങ്ങള്, എത്ര കണ്ടാലും മതി വരാത്ത നല്ല അടിപൊളി സ്ഥലങ്ങള്. പിന്നെ എല്ലായിടത്തും എന്തൊക്കെയാ വോയിസ് ഓവർ കൊടുക്കേണ്ടതെന്ന് ഒരു അന്തം കുന്തം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുട്ടികളെ ഒച്ചയും വർത്താനൊക്കെ അതൊക്കെ നല്ലൊരു രസമായി തോന്നുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നും ഓല വോയിസ് ഒന്നും കളയാതെ ഞാനൊന്നും വോയിസ് ഓവർ കൊടുക്കാതെ അതേപോലെ ഇട്ടത് കേട്ടോ. ഓരോരുത്തരിങ്ങനെ കാണുമ്പോൾ മക്കളൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് തുള്ളി ചാടീനി കേട്ടോ. അതൊക്കെയാണ് മാന്, അതൊക്കെയാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുരങ്ങന്മാരെ ഇഷ്ടം പോലെ കാണാനും കിട്ടി. അപ്പൊ ഈ സ്ഥലത്ത് കാണുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങാനും ഫോട്ടോ എടുക്കാനൊക്കെ തോന്നും. പക്ഷേ ഇവിടെ നിന്ന് നിർത്തല് അലോഡല്ല കേട്ടോ. നിർത്തിങ്ങാണ്ട് നമ്മൾ ഇറങ്ങിയാല് ഫൈനൊക്കെ ഉണ്ട്. പിന്നെ വന്യമൃഗങ്ങളെ ആക്രമിക്കാൻ വന്നാലേ നമ്മൾ പെട്ടുപോവുകയും ചെയ്യും. കുരുമല തന്നെയാണ്. വട്ടത്തിലേ അതൊക്കെയാണ് ഇതിന്റെ ഒരു വൈബ്. ഇപ്പോഴാണ് ശരിക്ക് രണ്ടു സൈഡ് പച്ചപ്പ്. മറ്റോടത്ത് കൊറേ ഉണങ്ങിയ പുല്ലായതുകൊണ്ട് വലിയ വൈബ്. പിന്നെ കണ്ടതിനാണ് നമുക്ക് ബാക്ക് പോയ ഒന്നും കാണൂല പൊട്ടാ. അവിടെ മേലെ നോക്കി റിസോർട്ട് കൊറേ പൈസ ഉണ്ടാക്കും. ചൊല്ലിയ കണ്ണണ്ട് അടക്കുക പറയാന്. അല്ല അല്ലെ പിന്നെ പപ്പു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വായൊക്കെ വേണം. എന്നാ പിന്നെ അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഊട്ടിയെത്തിയപ്പോൾ തന്നെ സമയം ഏകദേശം 1 മണി കഴിഞ്ഞ് കേട്ടോ. 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടക്ക്
നമുക്ക് കുറിക്കാനുള്ളതൊക്കെ വെള്ളവും ലഘു കടികളൊക്കെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഒപ്പിച്ചിട്ടോ. അങ്ങനെ ഞങ്ങള് ഒരു നല്ലൊരു അടിപൊളി സ്ഥലം ഞങ്ങൾക്ക് ഇരിക്കാനൊക്കെ പാകത്തിൽ കിട്ടിയപ്പോ അവിടെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടോ. ഇത് നമ്മുടെ വല്യാക്കുന്റെ ഒപ്പാണ് യാത്ര. എല്ലാരും കണ്ടില്ലേ വീതിച്ച് ചോറൊക്കെ വെയിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് എല്ലാരും കൂടിയാണ്ട് ചോറ് വയ്ക്കണം. അപ്പൊ ഗൈസ് നമ്മൾ ചോറ് വയ്ക്കാൻ വേണ്ടിട്ട് നമുക്ക് പിന്നെ ചോറ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്നൊക്കെ പോയി സെറ്റ് ആക്കണം കേട്ടോ ഗൈസ്. ഒരു വീപ്പിന് ഒന്നായിട്ട് ഇങ്ങോട്ട് പറഞ്ഞൊപ്പിച്ചിട്ടേ ഓള് കൊയങ്ങി ഓള് നിർത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പൊ തിരിച്ച് ഞങ്ങൾ ഊട്ടിന്റെ മറ്റേ വഴിയിലൂടെയാണ് പോകുന്നത്. ആ വഴിയിലൂടെ മസനഗുഡി വഴി തന്നെ തിരിച്ചു പോകാറില്ല, നടക്കൂലല്ലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് പിന്നെ അവിടെ ഒരു ഷൂട്ടിംഗ് സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയും കയറിയിട്ടുണ്ടേനു. അല്ലാതെ അവിടെയും കയറിയതൊന്നുമില്ല കേട്ടോ. മക്കളൊക്കെ ഫുൾ എൻജോയ്മെന്റിലാണ് കേട്ടോ. ഓൾക്ക് ഇങ്ങനെ യാത്രകൾ കണ്ടു, കാണാത്ത പല കാഴ്ചകൾ കണ്ടു. മൃഗങ്ങളെ കണ്ടത് പിന്നെ ഓൾക്ക് നല്ലതായിട്ടോ. നമുക്ക് മൃഗശാലയിൽ പോയിട്ട് അത്ര അടുത്തൊന്നും മൃഗങ്ങളെ കാണാൻ പറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ മൃഗങ്ങളെയൊക്കെ കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഓൾക്ക് അതന്നെ സന്തോഷമായി. പിന്നീട് നമ്മൾ കയറിയത് ഇതാ ഈ ഇവിടെയാണ് കേട്ടോ. ഇതിന്റെ പേരെന്തേനു എനിക്ക് ഓർമ്മല്ല കേട്ടോ. അപ്പൊ ഇവിടെ കയറി ഇവിടെ ഇവിടെ എന്താ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെ അവിടെ കയറിയതാണ് കേട്ടോ. ഫോട്ടോ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ കയറിയത്. അവിടെ എത്ര ടിക്കറ്റിന് എത്ര 30 രൂപയെ എത്ര ആണ് കേട്ടോ ഉണ്ടായിനിയത്. അവിടെ ടിക്കറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അവിടെ കയറി. ഇങ്ങനെ ഒരു മൊട്ടം കുന്ന്. ആ കുന്നിങ്ങനെ കയറി മേലൊക്കെ എത്തണം. കുന്ന് കാണുന്ന മാതിരില്ല കേട്ടോ. ഭയങ്കര ഗതിയുടെ ഇനി കയറാൻ. അതാണെങ്കിലോ നല്ല കാറ്റും ഉണ്ട്. അതിന്റെ ഉയരത്തേക്ക് എത്തുന്നതോളം തണുപ്പും ഉണ്ട് ഇനി കേട്ടോ. ശരിക്കും നമ്മൾ അവിടുന്ന് ഫോട്ടോ എടുക്കണം വൈബാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറിയത്. പക്ഷെ കാറ്റുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാനും പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ വെറുതെ അവിടെ ആ തണുപ്പൊക്കെ കൊണ്ട് കുറച്ചു നേരം നടന്നിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്തൊരു യാത്ര, പ്രതീക്ഷിക്കാത്ത സ്ഥലം. നമ്മുടെ റീലൊക്കെ കണ്ട സമയത്ത് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള സ്ഥലമേ, ഇതിലൊന്ന് പോകണം എന്നൊക്കെ അന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെപ്പോഴൊന്നും യാത്ര ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ആ ആഗ്രഹങ്ങൾ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കലില്ല കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കുറേ യാത്രയൊക്കെ പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ അത് എപ്പോഴൊന്നും നമുക്ക് ഇങ്ങനെ പോവാനും ഒന്നും നടക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു യാത്ര പോയപ്പോൾ അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വീഡിയോ പകർത്തിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇഞ്ഞത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ വീട്ടിൽ തന്നെയാണ് കേട്ടോ പോണത്. അപ്പോൾ കാരണം നാളെ കുട്ടികൾക്ക് സ്കൂളുണ്ട്. അപ്പം അങ്ങനെ പെരുന്നാളിൻ്റെ പിറ്റേന്ന് ഇങ്ങനെ ഒരു യാത്രയും കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇടയ്ക്കിരുന്ന് പിന്നെ കുഞ്ഞുട്ടി കൊണ്ടുവരാൻ വന്ന് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് കഴിച്ച് ഞാൻ വരുന്നുണ്ട്. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.